ദിവസവും വെള്ള ആളുകൾക്ക് കിട്ടി. ഇപ്പൊ പറയുന്നത് ഫണ്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ചോളം ശാശ്വതമായ ഒരു പരിഹാരം. കാരണം ജനങ്ങൾ അതേപോലത്തെ അവസ്ഥയിലാണ്. ആലുവ ബ്രിഡ്ജ് റോഡിൽ ദിവസങ്ങളോളമായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഈ പഴയ പൈപ്പുകൾ കിടക്കുന്നതെല്ലാം ഒരാള് അടിയിലും കാനയുടെ അടിപ്പടിയൊക്കെ പോയേക്കണേ, റോഡ് നടുവിൽ പോകുന്നുണ്ട്. ഇതൊക്കെ മാറ്റി ഗുണനിലവാരമുള്ള PVC പൈപ്പുകളോ ഗുണനിലവാരമുള്ള ഏതെങ്കിലും പൈപ്പുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹമില്ല. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ജനങ്ങളുടെ ഒരു വിഷയം വരുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇടപെടും. കഴിഞ്ഞ 6 ദിവസത്തോളമായി ആലുവ ബാങ്ക് ജംഗ്ഷൻ, ബ്രിഡ്ജ് റോഡ്, കേഡർ ലൈൻ, പേരക്കാട്ട് റോഡ് എന്നീ ഭാഗങ്ങളിൽ കുടിവെള്ളം ലഭിക്കാതെ നാട്ടുകാർ ദുരിതത്തിലാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് ഉപരോധത്തിന് നേതൃത്വം നൽകിയ പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. 50 വർഷത്തിലധികമായി ഈ ഭാഗങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ ആസ്ബറ്റോസ് നിർമ്മിതമായ ഭൂഗർഭജല വിതരണ പൈപ്പുകൾ മാറ്റി ഗുണനിലവാരമുള്ള പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ 2023 ഉത്തരവ് നടപ്പാക്കാത്തതാണ് ഇതിന് കാരണം. ഉപരോധത്തെ തുടർന്ന് ഈ ഭാഗത്തെ ഉപയോഗശൂന്യമായ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഉപരോധ സമരത്തിന് പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ സാബു പരിയാരത്ത്, നിസാം പൂഴിത്തറ, ബാബു കുളങ്ങര, അബ്ബാസ് തോഷിബപുരം, ഡൊമിനിക് കാവുങ്കൽ, ഷമീർ കല്ലുങ്കൽ, ജേക്കബ് പയ്യപ്പള്ളി, PH ഇബ്രാഹിം, അഡ്വക്കേറ്റ് ഫിറോസ് ഖാൻ, മുരളീധരൻ നായർ, MI സിദ്ദീഖ്, ബാബു പാറക്കൽ, സന്തോഷ് കുമാർ, PI അൻവർ എന്നിവർ നേതൃത്വം നൽകി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.